ഇതൊരു പരീക്ഷണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കുറേ കാലമായിട്ട് ഞാൻ സാരിയിലൊരു മ്യൂറൽ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പല കാരണങ്ങളും കൊണ്ട് അത് നടന്നില്ല. അപ്പം ഒരു സാരി കൈ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ ചെറുതായിട്ടൊരു മ്യൂറൽ ചെയ്ത് നോക്കാമെന്ന്. വലിയ എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ടേ ഞാൻ ചെറിയൊരു ലോട്ടസ് ഡിസൈനാണ് തിരഞ്ഞെടുത്തത്. അതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ വരച്ചെടുത്ത് പെയിൻറ്റ് ചെയ്തു. പക്ഷേ എനിക്കത് ഭയങ്കര ഇതായിട്ട് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയൊരു ഇഷ്ടം തോന്നിയില്ല അത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ ചെറിയ സ്ട്രിപ്സ് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ സ്ട്രിപ്സ് വരച്ച് നോക്കിയപ്പം കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതങ്ങനെ ചെയ്യാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. സാധാരണ മ്യൂറലിൽ ഡീറ്റെയിലിംഗ് വരുമ്പോഴാണ് കുറച്ചും കൂടെ രസമായിട്ടുണ്ടാവുക. ഭയങ്കര ക്ഷമയും ഇതും വേണ്ട ഒരു സംഭവമാണ് മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം വെറുതെ ഒന്ന് ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ ചെറിയ ഡിസൈൻ തിരഞ്ഞെടുത്ത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അങ്ങനെ ഞാൻ ഫ്ലവർ അങ്ങനെ സ്ട്രിപ്സായിട്ട് ഡീറ്റെയിലിങ് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ സ്റ്റെമ്മും ഞാൻ അങ്ങനെ തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മ്യൂറൽ പെയിൻറ്റിൽ ജസ്റ്റ് അടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ചെറിയ ഡീറ്റെയിലിങ്സ് വരുമ്പോഴാണ് അത് നല്ല രസമായിട്ട് വരിക. അങ്ങനെ ഓരോ ഫ്ലവറുകളും പിന്നെ അതിൻ്റെ സ്റ്റെമ്മും ഞാനങ്ങനെ ഡീറ്റെയിൽ ചെയ്തെടുത്തു. വലിയ കുഴപ്പമില്ലെങ്കിലും കുറച്ച് നല്ല അധ്വാനമുള്ള പണി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ രസമാണ്. ഇഷ്ടമുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ സമയമുണ്ടെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം രസമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഓരോ സ്റ്റെമ്മും ഞാനിങ്ങനെ ഡീറ്റെയിലിങ് എടുത്തു. സ്റ്റെമ്മും ഫ്ലവറും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ലീഫ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാനത് ഇങ്ങനെ ജസ്റ്റ് ഒരു ഷെയ്ഡ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. നമുക്ക് നമ്മളെ ബോർഡറിലൊക്കെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് ഉള്ളിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ അതിൻ്റെ താഴെ ഞാൻ സ്റ്റെമ്മ് കൊടുത്തേക്കുന്നതിലൊക്കെ കുറച്ച് സ്പീഡ് കൂടിപ്പോയിട്ട് എൻ്റെ തിരക്ക് കൂടിപ്പോയിട്ട് ഞാനവിടെ കുറച്ച് എന്താ പറയുക ഇതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ സ്പ്രെഡായിപ്പോയി. സാറില്ല, ഞാൻ വിചാരിച്ചു ഡീറ്റെയിലിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡീറ്റെയിലിങ് ചെയ്തിട്ടും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഫ്ലവറിൻ്റെ അതേപോലെ തന്നെ ചെറിയ സ്ട്രിപ്സ് ലീഫിനും കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ ആയി. പക്ഷേ അതിൻ്റെ താഴെയൊക്കെ കണ്ടോ, ഞാൻ വെള്ളം കുറച്ച് കൂടിപ്പോയതിൻ്റെ കളറിൻ്റെ അവിടെയൊക്കെ ആ തുണിയിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷേ വലിയ കുഴപ്പമില്ല. അത് ഡീറ്റെയിൽ ചെയ്തെടുത്തപ്പം എന്തൊക്കെയോ ഓരോ പാഠമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. നമ്മൾ ആ സ്പീഡിൽ ചെയ്തിട്ട് എന്താ പറയുക തിരക്കൊണ്ട് ചെയ്തിട്ട് അങ്ങനെ ആയത്. ഇതിന് നല്ല ക്ഷമ വേണം, നല്ല കാര്യമായിട്ട് ചെയ്തെടുക്കണം നമ്മൾ. അങ്ങനെ ഓരോ ഇലയും ഓരോ സ്റ്റെമ്മും ഓരോ ഫ്ലവറും നമ്മളിങ്ങനെ ഡീറ്റെയിലിങ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പം എനിക്കിഷ്ടപ്പെട്ടു, വലിയ കുഴപ്പമില്ല. താഴെ സ്പ്രെഡ് ചെയ്ത് പോയ സ്റ്റെമ്മിൻ്റെ ഭാഗമൊക്കെ ചെറുതായിട്ട് ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ടെങ്കിലും കാണുന്നുണ്ട്. എന്നാലും സാരമില്ല, അടുത്ത തവണ നമുക്കത് ശരിയാക്കാം. ഇപ്പോൾ വേറൊന്നും ചെയ്യാനുള്ള വേണമെങ്കിൽ വൈറ്റ് കളർ അടിച്ച് കൊടുക്കാം. പക്ഷേ അങ്ങനെ വേണമെന്നില്ല, വലിയ കുഴപ്പമില്ല. അങ്ങനെ കാണുമ്പോൾ അങ്ങനെ തിരിയുന്നൊന്നുമില്ല. നമ്മളിങ്ങനെ അടുത്ത് കൊണ്ട് ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നതെന്നല്ലാണ്ട് ദൂരെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അതങ്ങനെ തന്നെ മതി എന്ന് വിചാരിച്ചു. ഇനി വൈറ്റ് അടിച്ചിട്ട് പിന്നെ അത് കുളമാക്കണ്ടെന്ന് ഓർത്ത് ഞാനതങ്ങനെ വെറുതെ വിട്ടു. അതിൻ്റെ ഇലകളൊക്കെ ഡീറ്റെയിൽ ചെയ്തെടുത്തു. പിന്നെ നടുക്കൊക്കെ കുറച്ച് ഡാർക്ക് ഷെയ്ഡും കൂടെ കൊടുത്തതിൻ്റെ ആ 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. വലിയ കാര്യമായിട്ട് ശരിയായില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു. അങ്ങനെ അതിൻ്റെ എല്ലാ ലീഫുകളും ഫ്ലവറും സ്റ്റെമ്മും ഒക്കെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ചെയ്തെടുത്തത് ഞാൻ ജസ്റ്റ് കൈകൊണ്ട് വരച്ചിട്ട് കൈകൊണ്ട് തന്നെ ചെയ്തതാണ്. പ്രിൻ്റ് എടുത്ത് പേസ്റ്റ് ചെയ്തതൊന്നുമല്ല. അതുകൊണ്ടാണ് അത് വലിയ പിക്ചേഴ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രിൻ്റ് എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇതാണ് ഞാൻ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് ഡീറ്റെയിലിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. ഇതുകൊണ്ട് നിർത്താമെന്ന് വിചാരിച്ചു. അതിന് മുന്താണി ചെയ്ത് നിർത്താമെന്ന്. പിന്നെ വിചാരിച്ചത് സാരി ഫാളിന് നമ്മൾ ഞൊറിയെടുക്കുന്ന സ്ഥലമില്ലേ, അവിടെയും കൂടെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ ലോട്ടസ് അതിൻ്റെ ഒരു ഷെയ്ഡ് അവിടെയും വരച്ചെടുത്തു. അല്ലെങ്കിൽ മൊത്തം പ്ലെയിനായി പോകുന്ന പോലെ ഫീൽ ചെയ്തു.
മുന്താണിയിൽ മാത്രം വരുമ്പം. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഞൊറി എടുക്കുന്ന സ്ഥലത്തും കൂടെ അങ്ങനെ ഇതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറുകളും സൈഡൊക്കെ ലീഫൊക്കെ അതേപോലെ ഡീറ്റെയിൽ ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. ഇത് മുന്താണീൻ്റെ ഭാഗം ലോട്ടസ് ഡീറ്റെയിൽ ചെയ്തെടുത്തതിൻ്റെ ഫിനിഷ് ചെയ്തിട്ടുള്ള വീഡിയോ. ഇതാണ് ഞാൻ അതിൻ്റെ സാരി ഫോളിൻ്റെ സാരി ഫോൾ മീൻസ് നമ്മുടെ ഞൊറീൻ്റെ ഭാഗത്ത് ചെയ്ത ഡിസൈന്. സിമ്പിൾ ഡിസൈനാണ് ചെയ്തത്, വലിയ കുഴപ്പമില്ല. പക്ഷെ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു 1-2 എണ്ണം ചെയ്താൽ ശരിയാകുന്നു. പക്ഷേ 1-2 എണ്ണം കൊണ്ട് ശരിയായില്ല. ആ ഏരിയ മൊത്തം വരുന്നതുകൊണ്ട് കുറച്ചധികം തന്നെ ചെയ്തെടുക്കേണ്ട വന്നു ആ ഭാഗം തീരാൻ വേണ്ടിയിട്ട്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഫുൾ സൈഡും എല്ലാം ഇതുപോലത്തെ ചെറിയ ചെറിയ ലോട്ടസ് ഫ്ലവേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും. പക്ഷേ ഇതെന്തോ പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് നോക്കണം എന്നുള്ളൊരാഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അതോടുകൂടി നിർത്തി. ഞൊറിയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പം നിർത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നിർത്തി. അതിൻ്റെ വർക്കാണിത്. ഓരോന്നും ഇങ്ങനെ തന്നെ. ഇതൊന്നും അങ്ങനെ പ്രിൻ്റ് ചെയ്തെടുത്തതല്ല കേട്ടോ. ജസ്റ്റ് എന്താ പറയുക, റഫായിട്ട് തന്നെ വരച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതിലും ചെറിയ സ്ട്രിപ്സ് പോലത്തെ ഞാൻ ഡീറ്റെയിലിങ്സ് ആയിട്ട് കൊടുത്തു. അത് വേണമെങ്കിൽ ബ്ലൂ കളറൊക്കെ കൊടുക്കാം. ബ്ലൂ യെല്ലോ കളറുകളൊക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ ഇപ്പം ഞാനതിൻ്റെ മുന്താണി ചെയ്തത് ഏകദേശം ഈ 2 കളറിൻ്റെ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതായിട്ടും അതിൻ്റെ ഞൊറി ഏരിയയിലും അതിൻ്റെ ആ സെയിം കളർ കോമ്പിനേഷൻ ഞാൻ കൊടുത്തത്. ഇത് കഴിഞ്ഞിട്ട് ഇതാ ഇട്ട് കാണിക്കുന്ന വീഡിയോ. ഞാൻ കറക്റ്റായിട്ട് വലിയ ഇതായിട്ടും ഇട്ടിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തതാണ്. മുന്താണി കുറച്ചും കൂടി ശരിക്കും പറഞ്ഞാൽ ഇറക്കിയിടണം. ഞാനിത് ആ വീഡിയോയിൽ ശരിക്കും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറ്റി കൊടുത്തതാണ്. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ലുക്ക്. കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ കുഴപ്പമില്ല. മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നെനിക്ക് മനസ്സിലായി. അതതിൻ്റെ ഞൊറി ഭാഗത്തുള്ള ഇതാണ്. അത് കുറച്ച് ഇറക്കിയിടണം കേട്ടോ, അപ്പോഴാ ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്ത് ഇത് കൊടുത്തതൊന്നും ശരിയായിട്ടില്ല. ജസ്റ്റ് എന്താ പറയുക, ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് പെട്ടെന്ന് എടുത്തിട്ടൊരു വീഡിയോ എടുത്തതാണ്. പിന്നെ അതിൻ്റെ ഞൊറി ഭാഗത്ത് ചെയ്ത ഡിസൈന് അതങ്ങനെ കാണുന്നില്ല, ഞാൻ സ്വന്തമാണ് വീഡിയോ എടുത്തതുകൊണ്ട്. അങ്ങനെ ഫൈനൽ ഇതാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ?